നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫാമിലി വെഡിംഗ് സെന്റർ. കാർഷിക മേഖലയിൽ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകാതെയും വ്യാവസായിക മേഖലയിൽ സ്ഥാപനങ്ങൾക്കാവശ്യമായ പിന്തുണ നൽകാതെയും ഇരു മേഖലകളെയും സർക്കാർ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് നിയമസഭയിൽ കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രം നെല്ലിന് 3 വർഷമായി വില കൂട്ടി. ഇക്കഴിഞ്ഞ വർഷം 24-ൽ ₹1.47 കൂട്ടി, 23-ൽ ₹1 കൂട്ടി, 22-ൽ 40 പൈസ കൂട്ടി. ഈ പണമൊന്നും കർഷകർക്ക് കൊടുത്തില്ല. എന്നാൽ 21-ൽ ചരിത്രത്തിലാദ്യമായി കേരള സംസ്ഥാന ബജറ്റിലൂടെ 40 പൈസ കർഷകന്റെ വിഹിതത്തിൽ നിന്ന് കുറച്ചു. എന്നിട്ട് 2022-ൽ അതിൽ നിന്ന് 20 പൈസ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങൾ നെല്ലിന്റെ വില കൂട്ടുന്നു എന്ന് പ്രചരണം നടത്തി. ആ 20 പൈസ അവിടെ ബാക്കി നിൽക്കുകയാണ്. ഈ 3 വർഷത്തെ കേന്ദ്ര വിഹിതം കൂടി കൂട്ടുകയാണ് എങ്കിൽ ₹3.08 1 കിലോ നെല്ലിന് അധികം കർഷകർക്ക് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ ഈ പണം കർഷകർക്ക് നൽകാതെ മുടക്കിയിരിക്കുകയാണ്. ഇവിടെ നെൽവയൽ നികത്തുമ്പോൾ അതിന് വേണ്ടി വാങ്ങുന്ന ഫീസ് ഉണ്ട്. അത് ₹1,606 കോടി, 1,606 കോടി 6,90,771 രൂപ 28 പൈസ നമുക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നെൽവയൽ നീർത്തട നിയമം അനുസരിച്ച് 27D വകുപ്പ് അനുസരിച്ച് കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് ഈ പണം സ്വരൂപിക്കണം എന്നാണ് നിയമം. എന്നാൽ ഈ ഫണ്ടിലേക്ക് ഒറ്റ രൂപ മാത്രമാണ് ഇതിലകം വന്നു ചേർന്നിട്ടുള്ളത്. നമ്മുടെ ചേർത്തല സ്വദേശി, പരിമള സ്വദേശിയായിട്ടുള്ള PS രാജീവ് എന്ന ആൾക്ക് വിവരാവകാശ നിയമം അനുസരിച്ച് കിട്ടിയ മറുപടിയിലാണ് ഇത് പറയുന്നത്. ഇതാണ് അവസ്ഥ. കൃഷിക്ക് വേണ്ടി വരുന്ന ഫണ്ട് പോലും ആ മേഖലയിലേക്ക് ഉപയോഗിക്കുന്നില്ല. സർ, ഇവിടെ വ്യവസായം രംഗത്ത് ജനാധിപത്യ ധ്വംസനം നടക്കുന്നതായാണ് നമ്മൾ കാണുന്നത്. 9 വർഷമായി സഹകരണ സ്പിന്നിംഗ് മില്ലിൽ ഭരണസമിതി ഉണ്ടായിരുന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടക്കാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നടക്കുകയാണ്. പോരാത്തതിന് 1974-ൽ TV തോമസിന്റെ കാലത്താണ് ഗ്രാമങ്ങളിൽ മിനി എസ്റ്റേറ്റുകൾ ആരംഭിച്ചത്. അതിലെ അംഗങ്ങൾ കൂടി ഉണ്ടാക്കിയ സഹകരണ സംഘങ്ങളുണ്ട്. ആ സഹകരണ സംഘങ്ങളിൽ ചെയർമാനെ തെരഞ്ഞെടുക്കാൻ അധികാരം ഭരണസമിതിക്ക് തടഞ്ഞുകൊണ്ട് ഡയറക്ടറുടെ ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇനി GM ആയിരിക്കും അതിന്റെ ചെയർമാൻ. MD ഉദ്യോഗസ്ഥനായുണ്ട്, ഒരു വൈസ് ചെയർമാനെ മാത്രം അംഗങ്ങൾ തെരഞ്ഞെടുത്താൽ മതി എന്നാണ് ഈ പുതിയ ഉത്തരവിൽ പറയുന്നത്. സർക്കാരിന്റെ വിഭവങ്ങൾ പങ്കുവെക്കുന്നതിലും ചില നീതികേടുകൾ കാണുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് പരിഹരിക്കുന്നതിന് വേണ്ടി സ്പിന്നിംഗ് മില്ലുകൾക്ക് ഫണ്ട് അനുവദിക്കുകയുണ്ടായി. ഞാൻ മിനിസ്റ്ററെ കണ്ട് അപേക്ഷിച്ചതാണ്. പക്ഷേ മാൽക്കോട്ടക്സിന് നൽകേണ്ട ഫണ്ട് ആ കൂട്ടത്തിൽ മലബാർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന് മാത്രം ഒഴിവാക്കി ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തൊരു സാഹചര്യം ഉണ്ടായി. സർ, ബഹുമാന്യനായ മന്ത്രി നമ്മുടെ വ്യക്തിര കർഷകർക്ക് വേണ്ടി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വ്യവസായം മുന്നോട്ട് വരും എന്ന് 2 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നീക്കങ്ങൾ നടന്നതായി അറിഞ്ഞില്ല. അതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, ഇവിടെ വന്യജീവി ശല്യത്തെ കുറിച്ച് എല്ലാവരും പറഞ്ഞു. മഞ്ഞളാംകുഴി അലിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. സർ, അപകടകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ കേന്ദ്ര നിയമം ഉണ്ടാക്കിയിട്ട് പോലും അത് നമ്മുടെ സംസ്ഥാന സർക്കാർ അത് അംഗീകരിക്കുന്നില്ല. അത് അംഗീകരിച്ചാൽ തന്നെ കുറച്ചൊക്കെ ആശ്വാസം കിട്ടും. അത് അംഗീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അങ്ങയുടെ സമയം കഴിഞ്ഞു. കേന്ദ്രം അതിന് വേണ്ട അനുകൂലമായ നിലപാട്. കാർഷിക വിളകളുടെ സംഭരണം കൃത്യമായ രീതിയിൽ സംസ്ഥാനത്ത് നടക്കുന്നില്ല. പരിമിതമായിട്ടെങ്കിലും സംഭരിക്കുന്ന കാർഷിക വിളകൾക്ക് നിശ്ചയിക്കപ്പെട്ട വിലയുടെ സംസ്ഥാന വിഹിതം കൃഷിക്കാർക്ക് നൽകുന്നുമില്ല. കേന്ദ്ര വിഹിതം മാത്രം നൽകി പോകുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. കാലാവസ്ഥ, വിള ഇൻഷുറൻസ്, വിളകൾക്ക് കേന്ദ്രം വർദ്ധിപ്പിച്ച തുക തുടങ്ങിയവ കർഷകർക്ക് നൽകുന്നില്ല എന്ന് മാത്രമല്ല, വില വെട്ടിക്കുറക്കുകയും ചെയ്യുകയാണ് സംസ്ഥാന സർക്കാർ. നെൽവയൽ നികത്തുന്ന ഇനത്തിൽ സർക്കാർ ഫീസായി 1,606
126 കോടിയിലധികം രൂപ സമാഹരിച്ചു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമനുസരിച്ച് കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് നിക്ഷേപിക്കേണ്ട ഈ തുക അത് ചെയ്യാതെ സർക്കാർ മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിക്കുകയാണ്. വ്യാവസായിക മേഖലയിൽ ജനാധിപത്യ ധ്വംസനമാണ് ഇവിടെ നടക്കുന്നത്. സഹകരണ സ്പിന്നിംഗ് മില്ലുകളിൽ വർഷങ്ങളായി ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുടെ സഹകരണ സംഘങ്ങളുടെ ഭരണസമിതിയിൽ ജനാധിപത്യ രീതിയിൽ ചെയർമാനെ തിരഞ്ഞെടുക്കാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ ഭരണം മാത്രം മതിയെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കേരളത്തിലെ മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് നികത്താൻ തുക അനുവദിച്ചെങ്കിലും തിരൂർ നിയോജകമണ്ഡലത്തിലെ മാൽക്കോടെക്സിനെ മാത്രം ഒഴിവാക്കിയത് നീതീകരിക്കാനാകില്ല. MLA കൂട്ടിച്ചേർത്തു. TVN ന്യൂസ്, തിരൂർ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.